ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഓഡിബിൾ ആണല്ലോ, ക്ലിയർ ആണല്ലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫീൽഡ് വർക്ക് സ്കിൽസ് ആൻഡ് ടെക്നിക്സിന്റെ ബ്ലോക്ക് 2 ആണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ അണിമ, SGOയുടെ എക്സ്റ്റേണൽ അക്കാഡമിക് കൗൺസിലർ ആണ്. അപ്പൊ നമ്മള് ബ്ലോക്ക് 1 കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിൽ നമ്മൾ എന്താണ് ഫീൽഡ് വർക്ക് എന്നും ഫീൽഡ് വർക്കിന്റെ നേച്ചർ, ഫീച്ചേഴ്സ്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിറ്റീസ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നാച്ചുറൽ സെറ്റിങ്സിൽ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നു. പല മെത്തേഡ്സിലൂടെ നമുക്കത് പഠിക്കാൻ വേണ്ടി പറ്റും. എത്തനോഗ്രാഫി ഉണ്ട്, വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കുന്നു. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള പല രീതികളുണ്ട്. കേസ് സ്റ്റഡി ഉണ്ട്. നമ്മളൊരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട്, വികസനം അധിഷ്ഠിതമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ സഹായത്തോടു കൂടി, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനോട് കൂടി PRI മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ. അതൊക്കെ നമ്മൾ ബ്ലോക്ക് 1 കണ്ടിട്ടുണ്ടായിരുന്നു. 3 യൂണിറ്റ് ആയിരുന്നു ബ്ലോക്ക് 1 ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഫീൽഡ് വർക്ക്, ഒരു നല്ല ഫീൽഡ് വർക്കേഴ്സിന് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം, നമ്മൾ എത്രത്തോളം എന്താ പറയാ, അവരുടെ അടുത്ത് റാപ്പ് ബിൽഡ് ചെയ്യണം, മുതലായ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഒബ്സർവേഷനിലൂടെയും അവരുമായിട്ടുള്ള ഇന്റർവ്യൂകളോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചിട്ടോ ഡാറ്റകൾ ശേഖരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് ഏറ്റവും ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സെൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻസസ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ സെൻസസ് നമ്മൾ ഫീൽഡ് വർക്കിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ ശേഖരിക്കാൻ വേണ്ടി ഓരോ വീടുകളിലും ഹൗസ് ഹോൾഡിലും അവർ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഓരോ ഹൗസ് ഹോൾഡും അവർക്കൊരു ഫീൽഡ് ആണ്. അപ്പൊ നമ്മള് സെൻസസ് സർവേ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് മുഴുവൻ പോപ്പുലേഷന്റെയും ഡാറ്റ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ പല മെത്തേഡുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രൈബൽ ഗ്രൂപ്പ്സിനെയും അതായത് ഗോത്രവർഗങ്ങളെയൊക്കെ പഠിക്കുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തഡോളജി ആയിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന എത്തനോഗ്രഫി എന്ന് പറയുന്നത്. അതായത് വളരെ ആഴത്തിൽ അവരുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ നിരീക്ഷിച്ചും അവരുടെ അടുത്ത് ചോദിച്ചു. നമ്മൾ ഒരു മെത്തേഡ് മാത്രം ഫീൽഡ് വർക്കിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. ലൈക്ക് നമുക്ക് അവരുടെ അടുത്ത് ഇന്റർവ്യൂ നടത്താം. ഇപ്പം അവരുടെ എന്തെങ്കിലും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് കൂടുതലായി ലഭ്യമാകുക ഊരുമൂപ്പനിൽ നിന്നൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, അവരുടെ അടുത്ത് അന്വേഷിക്കും. അപ്പൊ അത് നമ്മൾ ഇന്റർവ്യൂ മെത്തേഡിലൂടെ ആവാം അവരുടെ അടുത്ത് അന്വേഷിക്കുന്നത്. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്റർവ്യൂ ആകുമ്പോൾ കുറച്ചും കൂടെ ഓപ്പൺ എൻഡഡ് ആണ്. അതായത് നമ്മൾ ചോദ്യങ്ങൾ ജസ്റ്റ് എസ് ഓർ നോ അല്ലെങ്കിൽ എന്ത് അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നമ്മളെ ക്വസ്റ്റ്യനെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾക്ക് പരിമിതമാണ് അല്ലെ, ക്ലോസ്ഡ് ആണ്. പിന്നീട് നമ്മൾ എന്താണ് ഫീൽഡ് എക്സ്പീരിയൻസ്, എങ്ങനെ അത് ലൈഫ് എക്സ്പീരിയൻസ് ആയി മാറുന്നു എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഫീൽഡ് എക്സ്പീരിയൻസ് നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു ഫീൽഡ് പോയി എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തുന്നു, പഠിക്കുന്നു, ഇത് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസ് ആയി എങ്ങനെ മാറും, നമ്മളിൽ തന്നെ, നമ്മളെന്ന വ്യക്തികളിൽ തന്നെ അതെങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്ത് നമ്മളെ കയ്യിൽ എന്തുണ്ട്, കുറച്ച് ഡാറ്റാസ് നമ്മൾ ശേഖരിച്ച് വന്നിട്ടുണ്ട്. നമ്മളുടെ ഫീൽഡിൽ നിന്ന് നമ്മൾ അവരുടെ അടുത്ത് പല മെത്തേഡുകളിലൂടെ നമുക്ക് അനുയോജ്യമായ, നമ്മൾ ഏത് വിഷയമാണോ എടുക്കുന്നത് ആ വിഷയത്തിന് അനുയോജ്യമായ രീതിയിലൂടെ നമ്മൾ പല ഡാറ്റകളും ശേഖരിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റകളെ നമുക്ക് റിപ്പോർട്ടാക്കി മാറ്റണം. ആ റിപ്പോർട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് 2 നമുക്ക് 3 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ സ്കിൽസും ടെക്നിക്സും നമുക്ക് ഫീൽഡ് വർക്കിൽ ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. അപ്പോ ഒരു ഫീൽഡ് വർക്കറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്കിൽസ് ആവശ്യമാണ്. നമ്മൾ മുന്നേയുള്ള
പാഠങ്ങളിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഫീൽഡ് വർക്ക് പ്ലാൻ ചെയ്യേണ്ട ഒരു ആവശ്യകത. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീൽഡിലേക്ക് പോകുന്നത്. തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്, പല രീതികളിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് നമുക്ക് പഠിക്കേണ്ടത്, ഏത് രീതിയിൽ നമുക്ക് പഠിക്കണം മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി തയ്യാറെടുപ്പോടു കൂടിയാണ് നമ്മൾ ഫീൽഡിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, അല്ലെങ്കിൽ നമുക്ക് ഡാറ്റകൾ ശേഖരിക്കുമ്പോൾ, നമ്മൾ ഫീൽഡ് വർക്ക് പോയി ഒരു ഡാറ്റ ശേഖരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആഴത്തിലുള്ള സ്കില്ലുകൾ, പല രീതിയിലുള്ള സ്കില്ലുകളും കഴിവുകളും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതിൽ പല സ്കിൽസ് ഉണ്ട്. അങ്ങനെയുള്ള സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമതായി നമുക്ക് വേണ്ടുന്നത് റാപ്പോ ബിൽഡിംഗ് ആൻഡ് വർക്കിംഗ്. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫീൽഡ് വർക്കർ എന്ന രീതിയിൽ നമ്മൾക്ക് ഡാറ്റ തരുന്ന, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ ഡാറ്റ ശേഖരിക്കേണ്ടത് അവരുമായി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബന്ധമാണ് ഈ റാപ്പോ ബിൽഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫീൽഡ് വർക്കിന് വളരെ അത്യാവശ്യമായിട്ടുള്ള, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് റാപ്പോ ബിൽഡിംഗ് എന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യുന്നത്? റാപ്പോ ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഫീൽഡ് വർക്കിന് വേണ്ടി ഒരു ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പഠനാവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അല്ലെ. നമുക്ക് ആ കമ്മ്യൂണിറ്റീനെ കുറിച്ചോ ആ നാട്ടിലുള്ള വ്യക്തികളെ കുറിച്ചോ അവരുടെ രീതികളെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. മീൻസ് നമുക്ക് അവർക്ക് നമ്മളെയോ നമുക്ക് അവരെയോ പേഴ്സണലി അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഒരു റാപ്പ്, നല്ലൊരു ബന്ധം നമ്മൾ സൃഷ്ടിച്ചെടുത്താൽ മാത്രമേ, അതായത് നല്ലൊരു ബന്ധം എന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ഇതിൽ ഉദ്ദേശിക്കുന്നത് വിശ്വാസയോഗ്യമായ, വളരെ ബഹുമാനപൂർവ്വം പരസ്പര ബഹുമാനമുള്ള ഒരു ബന്ധം. ആ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികളുമായിട്ടായാലും ഗ്രൂപ്പ്, നമ്മൾ ആരെ കുറിച്ചാണോ പഠിക്കുന്ന ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഈ ബന്ധം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മള് ഈ ഇത് കണ്ടുപിടിക്കുന്നത് അവരിൽ ഒരാളായി പോയി ചെയ്യുന്നതല്ലേ ആളുകൾ? അവരിൽ ഒരാളായി നമ്മൾ ചെന്നിട്ടല്ലേ അത് അങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവരിൽ ഒരാളായി നിന്നുകൊണ്ട് കണ്ടുപിടിക്കാം. അപ്പൊ അവരിൽ ഒരാളായി മാറുക എന്നുള്ള ഒരു പ്രക്രിയ, അതാണ് നമ്മൾ റാപ്പോ ബിൽഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ പല രീതിയിൽ നമ്മൾ ചെയ്യും. അതായത് അവരിൽ ഒരാളായി മാറിയിട്ട് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ബ്ലോക്കിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ സമയത്തും നമ്മൾ ചില റെയർ ഒക്കേഷൻസിൽ നോൺ പാർട്ടിസിപ്പന്റ് ആയിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. മീൻസ് അവരറിയാതെ നിരീക്ഷിക്കാറുണ്ട്. അത് പക്ഷെ എത്തിക്കലി കറക്റ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അവരറിയാതെ അവരെ നിരീക്ഷിച്ചിട്ടും നമ്മൾ റിസർച്ചിൽ ചില സമയങ്ങളിൽ ചില റിസർച്ചുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ റാപ്പോ ബിൽഡിംഗ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നതിന്, മീൻസ് നമ്മൾ അവരുടെ ഒരാളായി പാർട്ടിസിപ്പന്റ് ആയിട്ട് മാറിയതിന് ഇതിനാണ് പറയുന്നത്. അപ്പൊ അത് നമ്മളൊരു റാപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ നല്ലൊരു കേൾവിക്കാരാവണം. ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിസണിങ് സ്കില്ല് നമുക്ക് ഉണ്ടാവണം. കാരണം അവരെ നമ്മളടുത്ത് പറയുമ്പോൾ നമ്മൾ ആ ഡാറ്റ കേൾക്കാനും നോട്ട് ചെയ്യാനും ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ അവരുടെ അടുത്ത് എമ്പതി കാണിക്കണം. സിമ്പതി അല്ല, എമ്പതി. എമ്പതി എന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്ന ഒരു കാര്യം അവർക്ക് എങ്ങനെയാണ് അത് അനുഭവപ്പെടുക എന്നുള്ളത് നമ്മൾ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കണം. അതായത് സാംസ്കാരികപരമായിട്ട് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള ആളായിരിക്കും അല്ലെ. നമ്മളെ ഒരു സംസ്കാര രീതിയും നമ്മളുടെ രീതികളും ആയിരിക്കില്ല നമ്മൾ പോകുന്ന സ്ഥലത്ത്. പക്ഷെ അവരുടെ സംസ്കാരത്തിനെയും റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി നമ്മൾ എന്തിനാണ് ഈ പഠനം നടത്തുന്നത്, എന്തിനു വേണ്ടി വന്നു, നമ്മളെ പേർപ്പസ് അവരടുത്ത് പറഞ്ഞ് അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ ഉറപ്പ് കൊടുത്തിട്ട് ശേഷമാണ് ഈ ഒരു ഫീൽഡ് വർക്ക് ആരംഭിക്കുന്നത്. അതായത് അവരുടെ ഒരു
കോപ്പറേഷൻ നമുക്ക് ആവശ്യമാണ് അല്ലെ. അത് സംശയാസ്പദമാവാൻ വേണ്ടി പാടില്ല. അവരെ വിശ്വാസത്തോടു കൂടി നമ്മളെടുത്ത് എന്ത് ചെയ്യണം, ഡാറ്റാസ് ഷെയർ ചെയ്യാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു ഗ്രാമീണ മേഖലയിൽ നമ്മൾ വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് അവരുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചൊക്കെ ഡെയിലി റുട്ടീനെ കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗികപരമല്ലാത്ത ഒരു കോൺവെർസേഷനിൽ എന്ത് ചെയ്യും, നമ്മളൊരു ഫെമിലിയർ ആയി മാറും. നമ്മളെ പ്രസൻസ് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. നമ്മളെ പ്രസൻസ് അവർക്ക് ഒരിക്കലും എന്താവാൻ വേണ്ടി പാടില്ല, ബുദ്ധിമുട്ടാവാൻ വേണ്ടി പാടില്ല. അവരെ നമ്മൾ അംഗീകരിച്ച് അവര് റെഡി ആവണം. പറഞ്ഞാല് അവരുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനെയാണ് ഈ റാപ്പോ എന്ന് പറയുന്നത്. അതെ അതെ അതെ, അതിനെയാണ് നമ്മൾ റാപ്പോ ബിൽഡിംഗ് എടുത്ത് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് വെക്കും. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊരു റാപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് അല്ലെ. നമ്മൾ അവരുടെ അടുത്ത് വിശ്വാസം ഉണ്ടാക്കിയെടുത്തു, അവര് നമുക്ക് എന്ത് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നതിന് അവർ പറയും, നമുക്ക് അവരെ ഒബ്സർവ് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്തു വെക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പൊ ഫീൽഡിലുള്ളത് എല്ലാം ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമുക്ക് എന്തുണ്ടാവില്ല, ഓർത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വിവരശേഖരണം ചെയ്യണം. വിവരശേഖരണം. അതെ, അപ്പൊ ആ വിവരശേഖരണം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ശേഖരിക്കുന്ന വിവരങ്ങള് നമ്മൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ നമ്മൾ നിരീക്ഷിക്കണം. നമ്മളെ ഒരു പർപ്പസ് ഉണ്ട് അല്ലെ, നമുക്ക് ഇന്നതോളം ഡാറ്റ കിട്ടുക എന്നുള്ളതാണ് ആ സമയത്ത് നമ്മളെ പർപ്പസ്. അപ്പൊ ആ പർപ്പസ് നമ്മൾ എന്ത് ചെയ്യണം, നിരീക്ഷിക്കണം, നോട്ട് ടേക്കിംഗ് ചെയ്യണം, എത്തിക്കൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്യാനും വേണ്ടി പാടില്ല. വെച്ചാൽ നമുക്കൊരു ധാർമ്മികതയുണ്ട് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന്. അപ്പൊ അത് നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് എത്തിക്സിന്റെ ഒരു പ്രാധാന്യമൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബൗണ്ടറി, ആ ഒരു എത്തിക് ഇതായിട്ടുള്ള കീപ്പ് ചെയ്യേണ്ട ഒരു ബൗണ്ടറി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുപോലെ ഫീൽഡ് വർക്ക്, ധാർമ്മികത നമ്മൾ അവരുടെ അടുത്ത് മീൻസ് ഉദാഹരണം പറഞ്ഞ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് അവരുടെ അടുത്ത് പേഴ്സണൽ ചോദ്യം ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീന്റെ അടുത്താണ് നമ്മളൊരു ഗ്രാമീണ മേഖലയിൽ അങ്ങനെയുള്ള ഒരു പഠനം നടത്തണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ആദ്യം തന്നെ നിങ്ങൾ ഓക്കെ ഡിവോഴ്സ്ഡ് ആണ് അവരെ പറയുന്നു. പിന്നീട് അവരോട് നമ്മൾ ചോദിക്കും എന്നാ അതിന് കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഇപ്പൊ പറയാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ അതിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. ആ ചോദ്യം നമ്മൾ അവിടെ നിർത്തണം. അപ്പൊ ആ ഒരു ബൗണ്ടറി ഉണ്ട്, അതാ പറഞ്ഞ ആ ഒരു ധാർമ്മികത കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം, അവരെ വ്യക്തിഹത്യ ചെയ്യാത്ത തരത്തിലായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഡാപ്റ്റബിൾ ആയിരിക്കണം. വളരെ നല്ല കീനായിട്ട് നമുക്ക് ഒബ്സർവേഷൻ, ആ ഒരു നിരീക്ഷണ പാഠവം എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. കാരണം നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. കാരണം ഇതൊരു സയൻസ് ലാബ് പോലുള്ള ഒരു കണ്ടീഷൻ അല്ല, നമ്മളൊരു സമൂഹമാണ്. അപ്പൊ സമൂഹത്തിൽ ഏത് നിമിഷവും എന്ത് മാറ്റവും വേണ്ടേക്ക് വരാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് മാറുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അവരോട് സത്യസന്ധമായി പെരുമാറണം. ഈ ഒരു റാപ്പും ത്രൂ ഔട്ട് ദ സ്റ്റഡി, അതായത് നമ്മളൊരു തുടക്കത്തിൽ മാത്രം പോരാ, പിന്നീട് നമ്മൾ ഇത് മാറുന്ന രീതിയിലല്ല, നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവണം. കാരണം നമ്മളൊരു പഠനത്തിനാണ് പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഡിപ്പെൻസ് ഓൺ ആണ്, നമ്മൾ ആവശ്യം അനുസരിച്ചാണ്. ഇപ്പം ഒരു ഡെസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് നമ്മളൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിവേഴ്സിറ്റി കൃത്യമായി പറയും അല്ലെ, ഇന്ന ദിവസം ഇന്ന ടൈമിനുള്ളിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു ടൈം കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ സെൻസസിനൊക്കെ ആണെങ്കിൽ 1 month ആണ് ടൈം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമയം ഒരു നമ്മൾ ക്ലിയർ ഡോക്യുമെന്റേഷൻ, വളരെ കൃത്യമായി നമ്മൾ ഇത് എന്ത് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ ഇത് ചില പ്രോജക്റ്റുകൾ ഇതൊക്കെ ഇപ്പം സെൻസസ് ഒക്കെ ഒരു ടീം വർക്ക് ആണ്. കാരണം പല ഫീൽഡുകളിൽ പല ആൾക്കാരാണ് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒരു ടീം വർക്കിന്റെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ്. കാരണം ചില ആൾക്കാര് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് പല ഫീൽഡിലേക്കും പോകുന്നത്. ചില ആൾക്കാർ പെട്ടെന്ന് ചെയ്യുന്നു, ചില ആൾക്കാർ ചെയ്യുന്നില്ല. അങ്ങനെയല്ല, എല്ലാവരും ഒരു ഈക്വൽ പേസ് പോയി എല്ലാവരും കൃത്യമായി ചെയ്യുന്ന ഇതാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഇടയിലൊക്കെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് അനുയോജ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട്
ഒരു ലോക്കൽ മീഡിയേറ്ററിന്റെ അല്ലെങ്കിൽ ഗൈഡിന്റെ സഹായം ആവശ്യമുള്ളിടത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ റാപ്പോ ബിൽഡിംഗ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് വർക്ക് ടെക്നിക് ആണെന്നുള്ളത് ഓർമ്മിക്കുക. അതെന്താണ്, നമുക്ക് അർത്ഥവത്തായ ഒരു ഡാറ്റ കളക്ഷന് ഒതന്റിക്കേറ്റ് ആയ വളരെ വിശ്വാസയോഗ്യമായ ഒരു ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ റാപ്പോ ഉണ്ടായിരിക്കണം. വിശ്വാസം വന്നാൽ മാത്രമേ അവർ ഷെയർ ചെയ്യൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മളെടുത്ത് ഈ ഡാറ്റാസ് അവര് സത്യസന്ധമായി ഷെയർ ചെയ്യണം എന്നില്ല. ഇനി എന്തൊക്കെയാണ് ഫീൽഡ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വരുന്നത്? ഫീൽഡ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഫീൽഡ് പോയിട്ടാകുമ്പം എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമ്മൾ അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ ഫീൽഡിലേക്ക് വിടുവാണ്, നമ്മൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഫീൽഡ് വർക്ക് ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാനിങ് ഉണ്ടാവണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ തുടക്കം തൊട്ട് ടിൽ ദ എൻഡ് എന്നുള്ള രീതി ഒരു പ്ലാൻ, നമുക്കൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിനനുസരിച്ച് അപ്പോൾ ആ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഇന്ന ഫീൽഡ്, ഇത്ര ദിവസം ഇത്ര വീടുകൾ, അപ്പോൾ ആ ഒരു കണക്ക് നമ്മളെ കയ്യിലുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം. എത്രത്തോളമായി നമ്മളെ പ്രവൃത്തി, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, നമ്മളിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടാണ് ഫീൽഡിലേക്ക് പോകുന്നത്. ഈ ലക്ഷ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളൊരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക്, നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കണം നമുക്ക് ലഭ്യമാകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫീൽഡ് വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ റിവ്യൂയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് ഉപയോഗപ്രദമാണ്. നമ്മളിപ്പോ ഫീൽഡിൽ പോകുന്നു, എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്ത് വരിക എന്നുള്ളതല്ലല്ലോ നമുക്ക് ലക്ഷ്യം. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ റിവ്യൂ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഫീൽഡ് വർക്കേഴ്സ് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി അവർ നടത്തിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിനെ ഫീൽഡിലേക്ക് വിടുവാണ് ചെയ്യുന്നത്. സപ്പോസ് നമ്മളെ കൂടെ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഒരു പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ അവരെ ഒരു 5 പേരെ ഫീൽഡിലേക്ക് വിട്ടു. അപ്പൊ ആ ഇന്റർവ്യൂസ് ഫീൽഡ് വർക്കേഴ്സ് പറയാണ് ഇങ്ങനെയൊക്കെ നടത്തിയിട്ട്, അപ്പൊ അത് ആക്ച്വലി അവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പോൾ ഓരോ ദിവസവും എത്ര ഇന്റർവ്യൂ നടത്തി, നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ട് അല്ലെ. ഷെഡ്യൂളിൽ ചിലപ്പോൾ 5 ഇന്റർവ്യൂ നടത്താനാണ് നമ്മൾ തീരുമാനിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 എണ്ണം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം, ഉറപ്പുവരുത്തണം. എത്ര ജനങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വാളിറ്റി, എത്രത്തോളം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇന്റർവ്യൂ നടത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഇവർ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പൊ നമ്മളൊരു ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോളോ അപ്പ് പോസ്റ്റ് കാർഡ് അയക്കും ചില ജനങ്ങൾക്ക്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത ഒരാൾക്ക് നമ്മൾ ഇത് അയക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ഈ സർവേയിൽ ശരിക്കും ഭാഗമായിട്ടുണ്ടോ? അപ്പൊ നമ്മളിപ്പം ഒരാൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ വെറുതെ വേറൊരാളുടെ പേര് എഴുതി ഇന്ന ആളുടെ ഇന്റർവ്യൂ നടത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ന ആൾ വന്ന് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടോ? അപ്പൊ അതെന്താണ്, നമുക്കൊരു ഫോളോ അപ്പ് രീതിയാണ്, ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇവർ യഥാർത്ഥമായിട്ട് ഫീൽഡിൽ പോകുന്ന ആൾക്കാർ ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ പെർഫോമൻസ് കമ്പയർ ചെയ്യും. വ്യത്യസ്തമായിട്ടുള്ള ഇന്റർവ്യൂസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 ആളെ നമ്മൾ ഫീൽഡിലേക്ക് വിടുവാണെങ്കിൽ ഒരു പേഴ്സൺ എപ്പോഴും സ്ലോ ആയി വരുന്നുണ്ടോ, എല്ലാവരും ഒരേ പേസിലാണോ പോകുന്നത് മുതലായ രീതിയിൽ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യും. പിന്നെ ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, എല്ലാ ഇന്റർവ്യൂസും 5 ഇന്റർവ്യൂ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എത്രത്തോളം റെസ്പോൺസ് റേറ്റ് അവർക്ക്, അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഫീൽഡ് വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഇന്റർവ്യൂവിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്കുമാണ്, ഇതിന്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇന്റർവ്യൂവിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഇന്റർവ്യൂ ഫോംസ് നമുക്ക് പൂരിപ്പിച്ച് കിട്ടുന്ന ഇന്റർവ്യൂ ഫോം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യും, വായിച്ചു നോക്കും.
അതിൽ ചില പാർട്ടിസിപ്പൻസ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ ഇന്റർവ്യൂ ചെയ്യും, കമ്പയർ ചെയ്യാണ് ഉത്തരം. ഇത് ആദ്യം പറഞ്ഞ ഉത്തരം തന്നെയാണോ ഇവർ പിന്നെയും പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ ഇന്റർവ്യൂവേഴ്സിന് വാച്ച് ചെയ്യും, നമ്മൾ മാറി നിന്നുകൊണ്ട് നമുക്ക് വാച്ച് ചെയ്യാം അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ്, ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവർക്ക് ആൻസർ കിട്ടുന്നത്. ചില ഇന്റർവ്യൂസ് നമുക്ക് അവരുടെ പെർമിഷനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു സർവേ റെസ്പോൺസ് മറ്റ് ഡാറ്റകളുമായിട്ട് നമുക്കൊന്ന് കമ്പയറും ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണെങ്കിൽ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇന്റർവ്യൂയുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മൾ ഈ ഇന്റർവ്യൂവിൽ കാണുവാണെങ്കിൽ, ഈ റിവ്യൂവിന്റെ ടൈം കാണുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റെമഡിയൽ ആക്ഷൻ എടുക്കാം. കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ്, ഫീൽഡ് വർക്കേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ മാറ്റം വരുത്താം. കുറച്ചും കൂടെ ട്രെയിനിങ് വേണ്ടി വരും ചിലപ്പോ. പിന്നെ ഇവരെ നിരീക്ഷിക്കണം, നമ്മൾ ഫീൽഡിലേക്ക് വിട്ട ആൾക്കാരെ നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും കുറച്ചുകൂടെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവറെ തന്നെ മാറ്റേണ്ടി വരും. ആ ഒരു ഇന്റർവ്യൂയിങ് സ്കില്ല് കുറവുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. ഇത്രയാണ് റാപ്പോ ബിൽഡിങ്ങിലും തുടർന്ന് നമ്മൾ കിട്ടുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ഇത്ര ക്ലിയർ ആണോ? ക്ലിയർ ഓക്കെ ആണോ? ആണോ? ഓക്കെ. അടുത്തത് നമുക്ക് ഒബ്സർവേഷണൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരു നിരീക്ഷണ പാഠം ഇത്രത്തോളം ആവശ്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്ന, നിരീക്ഷണം എന്ന് പറയുന്നത് ഫീൽഡ് വർക്കിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ഈ ഒബ്സർവേഷണൽ സ്കില്ല് എന്ന് പറയുന്ന ഫീൽഡ് വർക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലൂടെയാണ് റിസർച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ അല്ലെ, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രൈമറി ഡാറ്റ എന്നാ പറയാം. ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾക്ക് ഫീൽഡിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ അഥവാ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. അപ്പോൾ ഈ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ, ഈ നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്യാണ് ചെയ്യുന്നത്, നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളെ നിരീക്ഷിക്കുന്നു, അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്നു, ചുറ്റുവട്ടങ്ങൾ നിരീക്ഷിക്കുന്നു. ആ സ്കില്ല് നമുക്ക് എന്ത് ചെയ്യും, ഒരു സെക്കൻഡ്, ഈ ഡയറക്റ്റ് കിട്ടുന്ന ഡാറ്റയാണോ പ്രൈവറ്റ് ഡാറ്റ എന്ന് പറയുന്നത്? പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ, സോറി. പ്രൈമറി ഡാറ്റയുണ്ട്, നമുക്ക് സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നേരിട്ട് ഫീൽഡിൽ നിന്ന് ഡയറക്റ്റ് ആയി കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയും. നമുക്ക് അല്ലാതെ നമ്മൾ പുസ്തകങ്ങളിലൂടെയും മറ്റും വായിച്ചൊക്കെ കിട്ടുന്ന ഡാറ്റ, എടുക്കുന്ന ഡാറ്റയെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്നും പറയും. അങ്ങനെ രണ്ട് ഡാറ്റകളാണ് നമ്മൾ പറയും. ഓക്കെ, അങ്ങനെ അപ്പൊ നമ്മൾ നേരിട്ട് കിട്ടുന്ന ഡാറ്റ നമുക്ക് പ്രൈമറി ഡാറ്റ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി ഡാറ്റ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഏതിലൂടെയൊക്കെ കിട്ടും, നമ്മൾ ഒബ്സർവ് ചെയ്യും അവരെ, നമ്മൾ ആ വ്യക്തികളെ ഒബ്സർവ് ചെയ്യും, ചുറ്റുപാട് ഒബ്സർവ് ചെയ്യും, നടക്കുന്ന സംഭവ വികാസങ്ങളെയും ഒക്കെ ഒബ്സർവ് ചെയ്യും. അപ്പൊ നമുക്ക് കാണുന്ന പ്രവർത്തികളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തുണ്ടാവണം, ചുറ്റുവട്ടത്ത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അവരുടെ വോയിസിന്റെ ടോൺ അത് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒരു മനസ്സിലാവാനുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഡിവോഴ്സിയുടെ കേസ് അവരുടെ അടുത്ത് പോയി നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, അവർ ഇമോഷണലി സ്ട്രോങ് ആണോ ഇമോഷണലി വീക്ക് ആണോ എന്നുള്ളത് അവരുടെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അവർ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ അവർ ഇമോഷണലി സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നുള്ളത് മനസ്സിലാവും. പിന്നെ അവരുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് വെച്ചിട്ട്, അതുപോലെ തന്നെ ആ ചുറ്റുപാട്ടത്തിന്റെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫീൽഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നടക്കാം, അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയി. സ്ട്രക്ചേർഡ് എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫീൽഡ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ആ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഒരു നല്ല ട്രെയിനിങ് ഒക്കെ കിട്ടിയ ഒരു ഒബ്സർവർ ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ ജനങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു, ആർക്കാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ വരുമ്പോൾ അതിൽ പവർ കൂടുതൽ, എങ്ങനെയാണ് ഒരു സോഷ്യൽ നോം ഒക്കെ ആ ഒരു ചുറ്റുപാട്ടിൽ ജനങ്ങൾ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യം, ആർക്കാണ് അധികാരം കിട്ടുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഗ്രാമസഭയൊക്കെ കൂടുന്നെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ഗ്രാമസഭയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ഫീൽഡ് വർക്കർ ആയിട്ട് പോവാണ്, നമ്മൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭയെ കുറിച്ച് പഠിക്കാനൊക്കെ പോവാണെന്ന് വിചാരിക്കും സപ്പോസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാമസഭയിൽ എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കുന്നു, ഇതൊക്കെ നമുക്ക്
വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെ. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ത്രീകളാണോ കൂടുതൽ സംസാരിക്കുന്നത്, പുരുഷന്മാരാണോ കൂടുതൽ സംസാരിക്കുന്നത്, എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്, ഫൈനൽ ആരാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനെയറിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സർവേ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഉണ്ടാവുന്ന ചോദ്യങ്ങൾ തന്നെ ആവണമെന്നില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഒബ്സർവേഷനിലൂടെയാണ്. അപ്പൊ നല്ല ഒബ്സർവേഷൻ എന്ത് വേണം, നല്ല ക്ഷമയും കൂടി വേണം, നമ്മൾ ന്യൂട്രൽ ആയിരിക്കണം, എത്തിക്കൽ സെൻസിറ്റിവിറ്റിയും നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പൊ ഒരു ഫീൽഡ് വർക്കറിന് അവരുടേതായ ജഡ്ജ്മെന്റ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് വെക്കുക. പക്ഷെ എന്ത് പറ്റില്ല, എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതിൽ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒബ്സർവേഷനിലൂടെ നമ്മൾ എഴുതുന്ന നോട്ട് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടായിരിക്കണം നമ്മൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ആക്യുറസി ഉണ്ടായിരിക്കണം. ഒരു മീൻസ് അവർ പറയുന്ന ഡാറ്റാസ് ഒരു കൃത്യതയോടുകൂടിയുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഒക്കെ വരുന്നത് നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഡാറ്റാസിൽ നിന്നാണ് അല്ലെ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ ചെയ്താലും ഈ പാറ്റേണും ചേഞ്ച് ഇൻ ബിഹേവിയേഴ്സും ഒന്നും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല, അധികം ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണ പാടവം എന്തുണ്ടായിരിക്കണം, നല്ലൊരു പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി നമ്മൾക്ക് ഫീൽഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പാസീവായിട്ട് മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് മാത്രം, അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. അപ്പൊ ഒരു ഫീൽഡ് ഡാറ്റയുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്ന വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഒബ്സർവേഷൻ, നിരീക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിൽ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വളരെ നല്ല രീതിയിലുള്ള ഒരു ഡാറ്റ കിട്ടും. ആ ഡാറ്റ പിന്നീട് നമുക്ക് അനാലിസിസ് ചെയ്താൽ മതി. ഇപ്പൊ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഡാറ്റ കളക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും ആവശ്യമാണ്. അപ്പൊ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മളൊരു സാമൂഹിക ചുറ്റുപാടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വളരെ ഇത് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചെടുക്കുക, അതിൽ നിന്ന് ഒബ്സർവേഷൻ എടുക്കുക എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വളരെ ടൈം എടുത്ത് വളരെ പേഷ്യൻസോടുകൂടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാമസഭയിലൊക്കെ പോയാൽ നമുക്ക് ഓൺ ദ ഫസ്റ്റ് ഹാൻഡ് നമുക്ക് എല്ലാം ഒബ്സർവ് ചെയ്യാനൊന്നും വിത്തിൻ സെക്കൻഡ്സ് പറ്റില്ല. നമ്മൾ മേ ബി ഫസ്റ്റ് നമ്മൾ ഫോക്കസ് എന്തിലേക്കായിരിക്കും പോവാ, മീറ്റിംഗ് നടക്കുന്ന ഓർഗനൈസേഴ്സ് എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ ഒന്നുകൂടി ഒരു ആഴത്തിൽ ആലോചിച്ചാൽ മാത്രമാണ് ജെൻഡറിനെ കുറിച്ച്, സ്ത്രീകളാണോ കൂടുതൽ സംസാരിക്കുന്നത്, ആർക്കാണ് അധികാരം, പവർ സ്ട്രക്ചർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ, ഇപ്പം കുറച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമസഭയാണെങ്കിൽ അവർക്ക് അവസരം കിട്ടുന്നുണ്ടോ, അതൊക്കെ നമ്മളൊരു നിരീക്ഷണത്തിലൂടെ പിന്നീട് മീൻസ് ആ ഒരു ആദ്യം തന്നെ തുടങ്ങും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണമെന്നില്ല, പിന്നീട് അങ്ങോട്ട് ഒബ്സർവ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഓർമ്മിക്കും. നമ്മൾ ഈ ഫീൽഡ് ഡാറ്റ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് അടുത്തത്. എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമുക്ക് ഫീൽഡ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്കൊരു ഫീൽഡ് ഡാറ്റ ഇപ്പൊ നമ്മളിപ്പം ഫീൽഡിൽ പോകുമ്പോൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എങ്ങനെ പോകണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സ്കില്ലോട് കൂടി വേണം നമ്മൾ പോകാൻ, റാപ്പോ ബിൽഡ് ചെയ്യണം, ടൈം മാനേജ്മെന്റ് ഉണ്ട്, ഒബ്സർവേഷൻ നിരീക്ഷണ പാഠം വളർത്തിക്കൊണ്ടുവരണം, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കുറച്ച് ഡാറ്റ കിട്ടി. ഇനി ഈ ഡാറ്റ വെറുതെ അങ്ങ് വെച്ചാൽ മതിയോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഈ ഡാറ്റേനെ റിസൾട്ട് ആക്കി മാറ്റണം അല്ലെ. അതിനാദ്യം ചെയ്യുന്നത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ വരുന്നത് നോക്കാം. ഒന്ന് കോഡിങ്, അതായത് നമ്മൾ ടാഗ് ചെയ്യാണ് ചെയ്യുന്നത് റെസ്പോൺസസിന്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വ്യക്തി, എല്ലാവരോടും കോമൺ ആയി ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, സ്ത്രീയാണോ പുരുഷനാണോ? അപ്പൊ സ്ത്രീകൾക്കെല്ലാം 2, പുരുഷന്മാർക്കെല്ലാം 1. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? കോഡ് ചെയ്യും. കോഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ടെക്നിക്കലി നമ്മൾ പല കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്ത്രീക്ക് നമ്മൾ 1, പുരുഷന് 2, അങ്ങനെ ഓരോ ആൽഫബറ്റോ എന്ത് വേണ്ടെങ്കിലും വെച്ച് കോഡ് ചെയ്യും നമ്മൾ ഈ കിട്ടിയ ഡാറ്റേനെ.
രണ്ട് മെമ്മോ റൈറ്റിംഗ്. നമ്മൾ ചെറിയ ചെറിയ അനലൈസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ എന്താ പറയുക നോട്ടുകൾ എഴുതി വെക്കുന്നില്ല, പോയിന്റഡ് നോട്ട്, അതിനാണ് ജോട്ടിംഗ് ഡൗൺ തോട്ട്സ്. നമ്മൾക്ക് മനസ്സിൽ ആ ഒരു സമയത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതിയിടുന്നതിന് നമ്മൾ മെമ്മോ റൈറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത് തീമിങ് ആൻഡ് കാറ്റഗറൈസിങ്. ഒരേപോലത്തെ ഐഡിയാസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്നിച്ചാക്കി വെക്കും. നമ്മളിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഗ്രാമസഭേന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളിപ്പോൾ ഗ്രാമസഭയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്രാമസഭയിലെ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ ഒബ്സർവേഷൻ നമ്മൾ ഒരു കാറ്റഗറിയിൽ വെച്ചു. ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു കാറ്റഗറിയിൽ വെച്ചു. നമ്മളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന്റെ ഒരു റെപ്രസെന്റേഷനും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഒരു ഇതിൽ വെച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ തീം ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് സിമിലർ ഐഡിയാസിനെ ഒന്നിച്ചാക്കി വെക്കുന്നു. ഡയഗ്രാമിങ്, നമ്മൾ ഡയഗ്രാംസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മളിപ്പം ഫ്ലോ ചാർട്ടോ എന്തെങ്കിലും ഒരു ചാർട്ട് പോലെയൊക്കെ ആയി നമുക്ക് ഈസി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കി നമ്മൾ കിട്ടിയ ഡാറ്റയെ നമ്മൾ അങ്ങനെയാക്കി മാറ്റുന്നു. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു സപ്പോസ് നമ്മളൊരു ട്രാവലറാണ്, നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം സ്പോട്ട്സ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടൊക്കെ മാർക്ക് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി പറ്റും. അതേപോലെയാണ് ഈ പറയുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സ്. നമുക്ക് ഒരു സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ കിട്ടിയ ഡാറ്റേനെ എളുപ്പത്തിൽ നമുക്ക് വിസിബിൾ ഫോമിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കണ്ടെത്തലുകളൊക്കെ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ചിലപ്പോൾ മേ ബി അങ്ങനെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സ്, ആ ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ മേ ബി ചിലപ്പോൾ നമുക്ക് അവരിൽ നിന്ന് അവരുടെ റെസ്പോൺസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള റിപ്ലൈ ഫൈൻഡിങ്സ് ഒക്കെ നമുക്ക് കിട്ടും. മേ ബി അതൊരു ഒരു ഫൈൻഡിങ്സ് എന്ന് വെച്ചാൽ ഒരു മേ ബി വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള പഠനങ്ങൾക്ക്. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ അറ്റൻഡൻസിനെ കുറിച്ച് ഒരു പഠനം നടത്തുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആയിരിക്കും പാരന്റ്സ് ആയിരിക്കും കൂടുതൽ അറ്റൻഡൻസ് കുട്ടികളുടെ ഒരു ഇതിലൊക്കെ കൂടുതൽ റോള് വഹിക്കുന്നത്. പക്ഷെ നമ്മൾ അൺഎക്സ്പെക്ടഡ്ലി നമ്മൾ കണ്ടെത്തുവാണ് ഗ്രാൻഡ് പാരന്റ്സ് ആണ് കുട്ടികളെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ റൂറൽ ഏരിയാസിലടക്കം നോക്കുന്നത്. പക്ഷെ അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പാരന്റ്സിന്റെ ഒരു പങ്കാളിത്തവും പാരന്റ്സ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എത്രത്തോളം ഇൻവോൾവ് ആകുന്നതായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫീൽഡ് വർക്കറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം, തുറന്ന മനസ്സോടുകൂടി ആയിരിക്കണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കിട്ടിയ ഡാറ്റേനെ നമ്മൾ കോഡ് ചെയ്തിട്ടും ഫിഗർ ഫോമിലൊക്കെ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഡാറ്റേനെ എന്ത് ചെയ്യണം, ഒന്ന് സ്കിമ്മിങ് ആണ്. അതായത് നമ്മൾ വെറുതെ ഒന്ന് ഫീൽഡ് നോട്ടിലൂടെ ഒന്ന് കണ്ണോടിച്ച് നമ്മൾ ഇന്റർവ്യൂ നമ്മൾ ചെറുങ്ങനെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുമല്ലോ, അതൊക്കെ നോക്കി ഒരു നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടിയോ, ഡാറ്റ ഇനി എന്തെങ്കിലും നമുക്ക് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ഡാറ്റേനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്കിമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡാറ്റ വെറുതെ ഒന്ന് ലൈറ്റ്ലി ഒന്ന് വെറുതെ നോക്കുവാണെങ്കിൽ നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നില്ല. അപ്പൊ ആ ഒരു ആഴത്തിലുള്ള മനസ്സിലാക്കൽ അവിടെ ഒരു ലാക്കിംഗ് ആണ്. നമ്മൾ വെറുതെ ഒന്ന് നോക്കുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ തിൻ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് തിക്ക് ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ലിഫോർഡ് ഗ്രീറ്റ്സിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ ഫീൽഡ് വർക്ക് ചെയ്തപ്പോൾ ഉപയോഗിച്ചൊരു കോൺസെപ്റ്റ് തിക്ക് ഡിസ്ക്രിപ്ഷൻ. അതായത് ആഴത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കും. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ നമ്മൾ എന്താ ചെയ്യുന്നത്, തിൻ ഡിസ്ക്രിപ്ഷൻ ആ ചെയ്യുന്നത്. തിൻ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഡാറ്റേനെ നമ്മൾ വെറുതെ ഒന്ന്
സോറി. നമുക്കൊരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഒരു 8:15 വരെ നമുക്ക് ബ്രേക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ.
സ്റ്റാർട്ട് ചെയ്താൽ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണോ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പൊ നമുക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നമ്മൾ ഡാറ്റേനെ എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കിട്ടിയിരിക്കുന്ന ഫീൽഡ് നോട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂയുടെ ടൈമിൽ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് വെറുതെ ഒന്ന് ലൈറ്റ്ലി ഒരു തിൻ ഡിസ്ക്രിപ്ഷൻ പോലെ ചെയ്താൽ പോരാ. തിൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ലൈറ്റ്ലി ഒന്ന് ഡാറ്റയിലേക്ക് കൂടി കടന്നു പോകുന്ന തരത്തിൽ നമ്മൾ ചെയ്താൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആ രീതിയിൽ നമ്മൾ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നെങ്കിൽ നമ്മൾ അനാലിസിസ് വീക്ക് ആവും. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തറോലി ആ ഡാറ്റേനെ അനലൈസ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പൊ പറയുന്നത് നമ്മളൊരു നോർമൽ നല്ല ഡാറ്റ ലഭ്യമാക്കാനുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20 പേജ് നോട്ട്സ് വരെ ഒരു ഇന്റർവ്യൂവിന് ഉണ്ടാക്കാന്നാ പറയുന്നത്. ഇപ്പോ അറ്റ് ഫസ്റ്റ് ഹാൻഡ് നമുക്കത് ബുദ്ധിമുട്ടായി തോന്നും കേൾക്കുമ്പോൾ, ബട്ട് ശരിക്കും ഒരു റിയൽ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് റിസർച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഡാറ്റ ശേഖരണം നമുക്ക് റിസർച്ചിൽ നിന്ന് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ കയ്യിൽ ആഫ്റ്റർ ആൻ ഇന്റർവ്യൂ കിട്ടും എന്ന് പറയാനാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 20 പേജ് നോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും ഇൻഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു അനാലിസിസ് ഓഫ് ഡാറ്റയിൽ നമ്മൾ എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പണ്ട് കാലത്തെ പോലെയല്ല അല്ലെ, ഇപ്പൊ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അവൈലബിൾ ആണ്. സാങ്കേതിക വിദ്യ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കമ്പ്യൂട്ടറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് വഴി നമുക്ക് ഈ എടുത്തിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ കോഡിംഗ് ഒക്കെ പറഞ്ഞില്ലേ, ആ കോഡിംഗ് ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡാറ്റേനെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു 10 വർഷം മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് ടെക്നോളജിക്കലി എന്നുള്ളത് ഓർമ്മിക്കുക. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഐഡിയാസ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിന്റെ ടൈമിൽ നമ്മൾ പുതിയ പുതിയ ഐഡിയാസ് കണ്ടെത്തും ആ ഒരു ഡാറ്റയിൽ നിന്ന്. അതെങ്ങനെയാണ് നമുക്ക് വരുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീൽഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫീൽഡ് അനുഭവം കിട്ടും. നമ്മളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്നയോ നമ്മളെ ഒരു ചോദ്യത്തിൽ നിന്നോ അല്ലാതെ നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് എന്ത് വരും? ഫീൽഡ് അനുഭവത്തിൽ നിന്ന് കിട്ടും. ആ ഫീൽഡിൽ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരുപാട് പാറ്റേണുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ത്രീ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ വന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഒരു എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതല്ല. നമ്മൾ നല്ല ചോദ്യങ്ങൾ ചോദിച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രമാണ് ഇങ്ങനെയുള്ള പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. അതിനാണ് നമ്മൾ എമർജൻസ് എന്ന് പറയുന്നത്. ഉത്ഭവിച്ച് വരുവാണ് ചെയ്യുന്നത്. ഐഡിയാസ് എമേർജ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഡാറ്റയായിട്ട് നമ്മൾ ഒന്നിരുന്ന് ഡാറ്റ നോക്കുമ്പോൾ നമ്മൾ അനുഭവത്തിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് എമേർജ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് എമർജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കോൺസെപ്ച്വൽ ഫ്രെയിം, നമുക്കൊരു കുറെ കാഴ്ചപ്പാടുകൾ കുറെ കോൺസെപ്റ്റുകളൊക്കെ നമ്മളെ സമൂഹത്തിലുണ്ട്. എസ്പെഷ്യലി സോഷ്യോളജിക്കൽ റിസർച്ചസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണം? ഒരു കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് വേണം. അതായത് ഒരു തിയറിയുടെയോ ഒരു ഐഡിയയുടെയോ സപ്പോർട്ട് നമ്മളെ ഡാറ്റ കളക്റ്റഡ് ആയിട്ടുള്ള സംഭവത്തിന് വേണമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത സാധനത്തിന് എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണ്ടെങ്കിൽ ഒരു തിയററ്റിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം എമൈൽ ഡർക്കീമിന്റെ ഒക്കെ തിയറി, റിലീജിയൻ പോലുള്ള തിയറിയിൽ റിലീജിയന്റെ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഡർക്കീം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ റിലീജിയനെ കുറിച്ച് ഒരു തിയറി പഠിക്കുവാണെങ്കിൽ നമുക്ക് അതൊരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആയിട്ട് നമുക്കത് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും.
അതേപോലെ നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു സെൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു കോൺസെപ്റ്റുവൽ ഫ്രെയിംവർക്ക് ആവശ്യമാണ്. അതായത് പാർട്ടിസിപ്പൻസ് അവരെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കാണാൻ വേണ്ടി നമുക്ക് പറ്റണം. അതായത് നമുക്ക് ഓൾറെഡി കുറച്ച് കോൺസെപ്റ്റ്സുകൾ ഉണ്ടാവും. ആ കോൺസെപ്റ്റ്സുമായിട്ട് ഇത് ലിങ്ക് ചെയ്ത് നോക്കി നമ്മളെ ഫൈൻഡിങ്സിനെ ഒരു അർത്ഥവത്തായ പാറ്റേണിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് നമ്മളൊരു പിരമിഡ് എക്സാമ്പിൾ ആക്കി എടുക്കുക. പിരമിഡിന്റെ ഷേപ്പ് നമുക്കെല്ലാം അറിയാം അല്ലെ? നമ്മൾ ഫീൽഡിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ, നമ്മളെ പ്രൈമറി ആയിട്ടുള്ള ഡാറ്റ ഏറ്റവും അതിന്റെ താഴെയാണ്. പിരമിഡിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താ? ഒരു ട്രയാങ്കുലർ ഷേപ്പ് പോലെ ആയിരിക്കും അല്ലെ? താഴെ ഭാഗം വീതി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്തൊക്കെ, കാരണം അത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മേലേക്ക് പോകുന്നതിന് എന്താ സംഭവിക്കുന്നത്? കുറച്ചും കൂടി ഇതിന്റെ സ്ട്രക്ചർ ചെറുതായി വരും അല്ലെ? അത്രയും ഫോക്കസ്ഡ് ആയി വരും, ഓർഗനൈസ്ഡ് ആയിട്ട് വരും. അർത്ഥവത്തായിട്ടുള്ള വിവരങ്ങൾ മാത്രം മുകളിലേക്ക് എത്തും. ഏറ്റവും ടോപ്പിലോ ആഴത്തിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വിവരങ്ങളായിരിക്കും ഏറ്റവും മുകളിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന ഡാറ്റേനെ ഓർഗനൈസ് ചെയ്ത് ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതേപോലെ ഒരു ഫണലിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ, നമ്മൾ ഒരു ഫീൽഡ് വർക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒബ്സർവേഷൻസും നമ്മളെ ഡാറ്റാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ബൾക്കി ആയിരിക്കും അല്ലെ? നമ്മൾ ഫീൽഡിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അതെന്തായിരിക്കും? വളരെ ബൾക്ക്, മെസ്സി ആയിട്ട്, ഒരു മീൻസ് മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് കിട്ടും. നമ്മളൊന്നും ഒരു അറേഞ്ച്മെന്റോ ഒന്നും ഇല്ലല്ലോ നമ്മൾ ആദ്യത്തെ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്. പക്ഷെ പിന്നീട് നമ്മൾ ഓരോന്നിനും ഓരോ കോഡിംഗ് ഒക്കെ കൊടുത്ത് കാറ്റഗറൈസിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എന്തായി മാറി? കുറച്ചും കൂടെ നാരോ ആയി നമുക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ ആവശ്യം അത് മാത്രം നമ്മൾ എടുക്കുന്ന തരത്തിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ അനാലിസിസ് ഏറ്റവും ക്ലിയർ ആയിട്ട് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ഗ്രാമസഭയെ കുറിച്ച് പഠിക്കുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് സ്ത്രീ പങ്കാളിത്തം, അപ്പൊ ആ സ്ത്രീ പങ്കാളിത്തം എങ്ങനെയുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് റിസർച്ച് ഒബ്ജക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. സ്ത്രീകൾ സംസാരിക്കുന്നത് വെച്ച്, അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളെ വെച്ച്, ഡിസിഷൻ മേക്കറിൽ അവർക്ക് തീരുമാനം എടുക്കുന്നതിൽ അവർക്കുള്ള ഒരു സ്വാധീനത്തെക്കുറിച്ച്. അപ്പൊ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കിട്ടിയ ഡാറ്റനെ നമ്മൾ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരവും കിട്ടും കേട്ടോ. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഉത്തരങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ എന്താണ് തുടർച്ചയായി പിന്നെയും വരുന്നത്? നമ്മൾ ഏറ്റവും അതിൽ സർപ്രൈസ്ഡ് ആക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ജനങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രാധാന്യം തോന്നിയത് എന്താ? അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ആ പാർട്ടിസിപ്പൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നമ്മളൊരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിനെ കുറിച്ച് പഠിക്കുവാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഗ്രാൻഡ് പാരന്റ്സ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പാരന്റ്സ് അല്ല അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ പുതിയൊരു റിസർച്ചിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഫ്യൂച്ചർ സ്റ്റഡിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് ഇതിലൂടെ ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻ ടോട്ടൽ ഈ കോൺസെപ്റ്റൽ ഫ്രെയിംവർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ കയ്യിൽ ഒരുപാട് ബൾക്കായിട്ടുള്ള ഡാറ്റാസ് അവൈലബിൾ ആണ്. ആ ബൾക്കായിട്ടുള്ള അവൈലബിൾ ആയ ഡാറ്റയിൽ നിന്ന് നമ്മൾ നാരോ ചെയ്ത് ടു ദ പോയിന്റ് നമുക്ക് ആവശ്യമുള്ള പോയിന്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നു. ഇപ്പൊ ഇവിടെ പാരന്റ്സ് അല്ല ഗ്രാൻഡ് പാരന്റ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുവൽ ചേഞ്ചിലേക്ക് നമ്മളെ ഫൈൻഡിങ്സിനെ കൊണ്ടെത്തിക്കുന്നു. എന്താണ് ഫീൽഡ് വർക്കിലെ റിഫ്ലക്റ്റീവ് പെർസ്പെക്റ്റീവ് എന്നാണ് അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു ഫീൽഡ് വർക്കിൽ നമ്മൾ റിഫ്ലക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ റെഗുലറായി നമ്മളോട് തന്നെ ചോദിക്കണം, അല്ലെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഓരോ ചെയ്യുന്നതിനും എന്താണ് അർത്ഥം. ഇപ്പൊ ഡാറ്റ കളക്ഷനിലെ മാത്രം അല്ല, എല്ലാ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. നമ്മൾ എന്തുകൊണ്ട് ഈ ജനങ്ങളെ പഠിക്കാൻ എടുത്തു,
എന്തുകൊണ്ട് നമ്മൾ ഈ സിറ്റുവേഷൻ പഠിക്കുന്നു, എന്തുകൊണ്ട് പ്രത്യേക ജനവിഭാഗത്തെ പഠിച്ചു മറ്റുള്ളവരെ ഒഴിവാക്കി, നമുക്ക് ഈ ഫീൽഡിലേക്ക് എങ്ങനെ ആക്സസ് കിട്ടി, ആരെങ്കിലും നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ, ജനങ്ങൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് ഡാറ്റാസ്, അതുപോലെ ഒരു റിഫ്ലക്ഷൻ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഫേസ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ റിഫ്ലക്ഷൻസ് നമ്മളെ ഒരു ഫൈനൽ ഡിസിഷൻ, നമ്മളൊരു റിസർച്ചിന്റെ ഒരു ഫൈൻഡിങ്സിൽ ഒരു ഫൈനൽ റിസൾട്ട് ഫോം ചെയ്യുന്നതിൽ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ റോള്, ഫീൽഡിലുള്ള നമ്മൾ റോള് അത് റിഫ്ലക്ട് ചെയ്യുന്നുള്ളതാണ്. നമ്മളോട് ജനങ്ങൾ എന്ത് ഷെയർ ചെയ്തു, അവർ നമ്മളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തു, അതെങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ സഹായിച്ചു, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റിഫ്ലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അടുത്തത് നമ്മൾ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമ്മൾ ഫൈൻഡ് ചെയ്യാണല്ലേ, നമ്മൾ പറയാണ് ഒരു ഗ്രാമസഭയിൽ സ്ത്രീകളെ പങ്കാളിത്തം കൂടുതലാണ്, അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ നമ്മളെ ഡാറ്റയിൽ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാവണം. അതായത് എല്ലാ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനും നമ്മളൊരു ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ഇന്റർവ്യൂ ആയിക്കോട്ടെ, നിരീക്ഷണം ആയിക്കോട്ടെ, റെക്കോർഡിംഗ് ആയിക്കോട്ടെ, ഫോട്ടോകൾ ആയിക്കോട്ടെ, നമ്മൾ നോട്ട് ചെയ്യുന്ന ഫീൽഡ് വർക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ് നമ്മൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഡാറ്റേനെ, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ റീവിസിറ്റ് ചെയ്യണം, നമ്മൾ റീറീഡ് ചെയ്യണം, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, ഫസ്റ്റ് ടൈം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എനി പോയിന്റ് മിസ്സിംഗ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ചില സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ചെറിയ ഏതെങ്കിലും പോയിന്റ്സിന്റെ ഇടയിൽ നമുക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ഒരു ആദ്യത്തെ ഒരു ചോദ്യത്തിൽ നിന്നുള്ള ഒരു മനസ്സിലാക്കലിനപ്പുറത്തേക്ക് ഒരു കുറച്ചുകൂടെ ഒരു വളഞ്ഞു ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയാം. അതുപോലെ നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം. എപ്പോഴും നമുക്കൊരു സർപ്രൈസ്, നമുക്ക് എന്താ പറയുക, ഒരു അറിയാനുള്ള ആകാംക്ഷ കൂടുതലായിരിക്കണം ഫീൽഡിലെത്തിയ. അതുപോലെ തന്നെ ഫീൽഡ് ഡാറ്റ നമ്മൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് സോർട്ട് ഡൗൺ ചെയ്ത് വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കോഡ് ചെയ്ത് വെക്കുക, കാറ്റഗറി തീം അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് സിമിലർ സ്റ്റോറീസ് ഒന്നിച്ചാക്കി വെക്കുക, നമുക്ക് പെട്ടെന്ന് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോൺട്രാഡിക്ഷൻസും നോക്കണം. നമ്മളടുത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നു അവര് ഗ്രാമസഭയിൽ പങ്കാളികളാകാറുണ്ട്, അല്ലെങ്കിൽ ഗ്രാമസഭയിൽ ഇവർ സംസാരിക്കാറുണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഗ്രാമസഭയിൽ പോകുന്നു, പക്ഷെ അവർ പങ്കാളികളാവുന്നില്ല, അവർ സംസാരിക്കുന്നില്ല. അപ്പൊ അവിടെ എന്താണ്, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇവർ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്ന ഡാറ്റ എല്ലാം നമുക്ക് വിസിബിൾ ആവുന്നത് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തായിരിക്കണം, എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം. അങ്ങനെ ഒരു ഇഷ്യൂസ് നമുക്ക് വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്സ് നമ്മൾ നോക്കണം. കമ്പയർ ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂവിലും ഒബ്സർവേഷനിലൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒബ്സർവേഷൻ കിട്ടുന്നതിൽ മാറ്റമുണ്ടോ, എന്തെങ്കിലും ഡിഫറൻസ് ഇവരെ റിപ്ലൈയിലുണ്ടോ, നമ്മൾ മനസ്സിലാക്കുന്നതിലുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ഡാറ്റാസ് മാത്രമല്ല, ആ ഒരു ചുറ്റുപാട്, ആ ഒരു എൻവയോൺമെന്റ്, ഇപ്പൊ നമ്മൾ പറയുന്നു സ്ത്രീകൾ സംസാരിക്കുന്നില്ല ഗ്രാമസഭയിൽ, അപ്പൊ മേ ബി അത് ആ ഒരു സംസാരിക്കുന്നില്ല എന്ന വാക്കിനപ്പുറത്തേക്ക് ആ സമൂഹത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾ സംസാരിക്കുന്നില്ല നമുക്ക് ഒബ്സർവേഷനിലൂടെ കണ്ടെത്താൻ പറ്റുമായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മളടുത്ത് സംസാരിക്കാൻ പബ്ലിക്കലി അവർക്ക് നമ്മൾ ഒരു ചോദ്യം അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ നമ്മളടുത്ത് റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. പ്രൈവറ്റ് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ റിപ്ലൈ തരുമായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പം ഈ റിപ്ലൈക്കൊക്കെ മാറ്റം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. നമ്മൾ നമ്മളോട് ചോദിക്കണം, എന്റെ റോൾ എന്താ, എന്ത് ഡിസിഷൻ എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ ബയാസ്ഡ് ആവുന്നുണ്ടോ, ഒരാളെ റിപ്ലൈ കേൾക്കുമ്പോൾ എനിക്ക് അയാളോട് മാത്രം സിമ്പതി തോന്നുന്നുണ്ടോ, അങ്ങനെ അല്ലാതെ എനിക്ക് എമ്പതറ്റിക്കലായി കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. നമ്മളിപ്പോ ഒരു മാർക്കറ്റിൽ പഠനത്തിന് പോവാണ്. ജെൻഡർ റോൾസ്, മാർക്കറ്റ് എത്രത്തോളം സ്ത്രീ പങ്കാളിത്തം ഉണ്ട്, അല്ലെങ്കിൽ ജെൻഡർ റോൾസ്, സ്ത്രീ പുരുഷ പങ്കാളിത്തം എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നു അധിക ഷോപ്പിലും പുരുഷന്മാരാണ് കച്ചവടം നടത്തുന്നത്, സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കുക, വീടുകളിലെ പണികളാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു സംശയം വരും. നമ്മൾ ചോദിക്കണം നമ്മളോട് തന്നെ,
എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, എന്നെ ഈ മാർക്കറ്റിൽ കൂട്ടി പോകുന്ന ആൾക്കാർ മെയിൽ പുരുഷന്മാരായിട്ടുള്ള ഷോപ്പ് കീപ്പേഴ്സിനൊക്കെ മാത്രം കൊണ്ടുപോകുന്നതുകൊണ്ടാണോ ഞാൻ ഈ ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്? ഞാൻ സ്ത്രീകളോട് സംസാരിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ? ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ടോ അവർ കച്ചവടം ചെയ്യാറുണ്ടോ എന്നുള്ളത്? അപ്പൊ നമ്മളോട് തന്നെ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ ഒരു മിക്സ്ഡ് ക്വാളിറ്റേറ്റീവ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കളക്ഷനും ഒക്കെ നമ്മൾ ഫീൽഡ് വർക്കിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്രോച്ചസ്. നമ്മൾ കുറച്ച് അപ്രോച്ചസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഒരു ക്വാളിറ്റേറ്റീവ്, നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഡാറ്റകളെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും ഉണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ന്യൂമറിക്കലി ആയിരിക്കും, സംഖ്യകൾ ആയിട്ട് ബന്ധപ്പെട്ടായി. 20% ആൾക്കാർ ഇങ്ങനെ, 30% ആൾക്കാർ ഇങ്ങനെ, ആ ഒരു തരത്തിലുള്ള ശതമാന കണക്കും സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ക്വാണ്ടിറ്റേറ്റീവിൽ എപ്പോഴും ഉണ്ടാവും. ക്വാളിറ്റേറ്റീവിൽ എങ്ങനെയാ, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോട്ട്സും എഴുത്തുകളുമായിരിക്കും അല്ലെ. അപ്പോൾ സാമൂഹിക യാഥാർത്ഥ്യം വളരെ കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ ആ ഒരു 3 അപ്രോച്ചുകളിലൂടെയാണ് നമ്മൾ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റാന് അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല, കാരണം നമ്പർ ഐഡന്റിഫൈ ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ക്വാളിറ്റേറ്റീവിൽ അങ്ങനെയല്ല അല്ലെ, നമുക്ക് വേർഡ്സിലാണ് കിട്ടുന്നത്, ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ, ഏതൊക്കെ അപ്രോച്ചസിലൂടെ നമുക്ക് നോക്കി കാണാൻ വേണ്ടി പറ്റും? ഒന്നാണ് ഗ്രൗണ്ടഡ് തിയറൈസിംഗ് എന്ന് പറയുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഗ്രൗണ്ടഡ് തിയറൈസിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് ആയിട്ട് ഒരു തിയറി അങ്ങ് ഡെവലപ്പ് ചെയ്യുന്നു. ഒരു തിയറി നമുക്ക് കിട്ടിയ ഡാറ്റയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ മീൻസ് കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡാറ്റ ഇതിന്റെ ഒരു സ്റ്റെപ്പ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പ്ലാൻ ചെയ്ത് നമ്മൾ ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മള് ഗ്രാമസഭയുടെ ഇപ്പൊ ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാൻ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഞാൻ പറയാണ്, നമ്മുടെ നാടുകളിലെ ഗ്രാമസഭകളിൽ പുരുഷന്മാരുടെ പങ്കാളിത്തം കുറവാണ്. പുരുഷന്മാര് പുറത്ത് പണിക്ക് പോകുന്ന കാരണം ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഹൈപ്പോത്തസിസ് ഞാൻ എഴുതുവാണ്. അത് ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാവാം. അതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു ടെൻഡേറ്റീവ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന് ഉത്തരം നമുക്ക് എപ്പോഴേ കിട്ടൂ, നമ്മൾ അനലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ പറയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിൽ നമ്മൾ പൊതുവെ അങ്ങനെയാണ് ഉപയോഗിക്കുക. ക്വാളിറ്റേറ്റീവ് ആവും നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതൂല. നമ്മൾ എന്താ ചെയ്യുന്നേ, നമ്മളെ ഫൈൻഡിങ്സ് എന്ന് നമ്മൾ പറയാണ് പുരുഷന്മാർ പുറത്ത് പണിക്ക് പോകുന്നത് കൊണ്ട് എന്താ ഗ്രാമസഭയിൽ പങ്കാളികളല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തിയറിയിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് തിയറി കിട്ടുന്നു. മറ്റേത് എന്താണ്, മറ്റേ നമ്മൾ റിസർച്ചിന് പോകുന്നതിന് മുമ്പേ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് എഴുതി വെക്കുന്നത്. ഇതങ്ങനെയല്ല, ഇതിന് ഒന്നും നമ്മൾ പറയുന്നില്ല, നമുക്കൊരു ഒരു മുൻധാരണയും ഇല്ല. നമ്മൾ പോയി ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയിൽ നിന്ന് നമ്മളൊരു തിയറിയിലേക്ക് എത്തുന്നു. ഇത് എത്തനോഗ്രഫി എന്ന് പറയുന്ന മെത്തേഡുമായിട്ട് വളരെ ക്ലോസ്ഡ് ആണ്. എത്തനോഗ്രഫി എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ ഒരു ഫീൽഡ് പഠനം നടത്തുന്ന മെത്തഡോളജിയാണ് എത്തനോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു എത്നിക് ഗ്രൂപ്പിന്റെ ഇടയിലൊക്കെ പോയി നമ്മൾ താമസിച്ച്
ആഴത്തിൽ അവരുടെ സംസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും നോക്കി പഠിക്കുന്ന ഒരു മെത്തഡോളജിയാണ് എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. കുറച്ച് അതിന് അല്ലാത്ത കുറച്ച് ബേസിക്കലി ഇത്ര മനസ്സിലാക്കി വെക്കും എത്തനോഗ്രാഫി എന്താണെന്നുള്ളത്. അതായത് നമ്മളൊരു എത്തനോഗ്രാഫിയിൽ നമ്മള് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു വിഷയത്തെ കുറിച്ച് പഠിക്കാണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു വിഷയത്തെ കുറിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്കൂളിന് നമ്മൾ എൻറ്റയർലി പഠിക്കാണ്ട് ഗ്രൗണ്ടഡ് തിയറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടീച്ചേഴ്സ് എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റിന് സ്റ്റാഫ് മീറ്റിംഗ് ടൈമിൽ കോൺഫ്ലിക്റ്റ് തീർക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഗ്രൗണ്ടഡ് തിയറിയിൽ പഠിച്ച് ഒരു തിയറിയിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് നമ്മളൊരു തിയറിയിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഗ്രൗണ്ടഡ് തിയറിയുടെ ബേസിക്. അപ്പൊ 5 കീ ടെക്നിക്സ് ആണ് ഒരു ഗ്രൗണ്ടഡ് തിയറൈസിംഗിൽ ഉള്ളത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ തിയറൈസിംഗിലേക്ക് എത്തുന്നത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഡാറ്റ അനലൈസ് ചെയ്യുന്നു, അതേസമയത്ത് തന്നെ അതിൽ നിന്ന് വരുന്ന തീംസ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നു, നമ്മൾ അതിൽ സോഷ്യൽ പ്രോസസ് എന്തൊക്കെയാന്ന് നോക്കുന്നു, പിന്നെ നമ്മൾ ഒരുപാട് കാറ്റഗറൈസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫൈൻഡിങ്സ് നമ്മളെ സോഷ്യൽ പ്രോസസ്സിൽ നിന്ന് ഈ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പറയുന്ന സോഷ്യൽ പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ കാറ്റഗറീസ് നമ്മൾ ടുഗദർ ആയിട്ട് ഒരു തിയററ്റിക്കൽ ഫ്രെയിമിലേക്ക് എത്തുന്നു. ഇപ്പൊ സമൂഹത്തിന്റെ ഒരു സ്വഭാവം, ഒരു റിയൽ ടൈം സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതാണ് ഗ്രൗണ്ടഡ് തിയറി. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷാർപ്പായിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു തിയറിയിലേക്ക് എത്തുന്നു. രണ്ടാമത്തെ അനലിറ്റിക്കൽ ഇൻഡക്ഷൻ. ഇതൊക്കെ അപ്രോച്ചസ് ആണ്. ഏത് രീതിയിലൊക്കെ നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അനലിറ്റിക്കൽ ഇൻഡക്ഷനിൽ റിസർച്ചർ എന്താ ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പഠനം നടത്തുവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അറിയണം എന്തുകൊണ്ടാണ് നല്ല മാർക്ക് ഉണ്ടായിട്ടും കോളേജ് സ്റ്റുഡൻസ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നത്, പഠനം ഉപേക്ഷിച്ച് പോകുന്നു. അപ്പൊ ആദ്യ വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോകുന്നു, നല്ല മാർക്ക് ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ച് പോകുന്നത്? അപ്പൊ അത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മളുടെ ഒരു ജനറൽ തിയറി അസംഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്, നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇത് ശരിക്കും ഇപ്പോഴും സത്യമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ അതിന്റെ ഒരു ഫൈൻഡിങ്സ് വരുമ്പോൾ നമ്മൾ തിയറിനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറിനെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റീഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അനലിറ്റിക്കൽ ഇൻഡക്ഷനിലൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻസൈറ്റിലൂടെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്വഭാവം, ഒരു പെർട്ടിക്കുലർ സെറ്റിങ്ങിലെ സ്വഭാവം നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഫീൽഡ് വർക്കിന് അതോടൊപ്പം തന്നെ തിയറി ബിൽഡിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ നമുക്ക് എന്തിലൂടെ ചെയ്യാൻ പറ്റും, ഈ ഒരു അനാലിറ്റിക്കൽ ഇൻഡക്ഷൻ അപ്രോച്ചിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. മൂന്നാമത്തത് ക്രിട്ടിക്കൽ എത്തനോഗ്രഫി. അപ്പൊ ക്രിട്ടിക്കൽ എത്തനോഗ്രഫി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു ആഴത്തിൽ ഒബ്സർവ് ചെയ്യുക, അതിനെ വിശദീകരിക്കുക, അങ്ങനെയല്ല. അത് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അധികാരം, അസമത്വം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു നമ്മൾ പഠന വിധേയമാക്കിയ വിഷയത്തിൽ ഇതൊക്കെ എങ്ങനെ കണക്റ്റഡ് ആണ്. അതായത് കുറച്ചും കൂടെ നമ്മളെ റിസർച്ചിന് ധാർമ്മികതയും സാമൂഹിക നീതിയും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്ന തരത്തിലുള്ളതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. എല്ലാ റിസർച്ച് ക്വസ്റ്റ്യനും വെറുതെ ഒരു അക്കാഡമിക് ചോദ്യങ്ങൾ മാത്രമല്ല, അതിന്റെ പിന്നിൽ കുറച്ച് മോറലായിട്ടും പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. നമ്മളൊരു കണ്ടെത്തൽ, ഇപ്പൊ ചൈൽഡ് ലേബർ, കുട്ടികളെ ഫാക്ടറികളിൽ തൊഴിലിന് ഏർപ്പെടുത്തുന്നു. അപ്പൊ എന്തുകൊണ്ട് അത് ശരിയാണോ, അങ്ങനെ ഏർപ്പെടുത്തുന്നതിലൂടെ ആർക്കാണ് അതിന്റെ ലാഭം, ആരാണല്ലോ സഫർ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ കുറച്ചും കൂടി വിമർശനാത്മകമായിട്ട് ഒരു എത്തനോഗ്രാഫി ചെയ്യുമ്പോഴേ അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി അവയർനെസ് ഉണ്ടാക്കുക, മാറ്റങ്ങൾ കൊണ്ടുവരിക, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഇടയിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ അവരെ ഒരു അനുഭവം വെച്ചിട്ട്, ഇതൊക്കെയാണ് നമ്മൾ ക്രിട്ടിക്കൽ എത്തനോഗ്രഫിയിൽ ചെയ്യുന്നത്. അപ്പൊ ക്രിട്ടിക്കൽ എത്തനോഗ്രഫിയിൽ നമ്മൾ തിയറി, മെത്തേഡ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒരു കമ്പാരേറ്റീവ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ലോക്കൽ ചേരി പ്രദേശത്ത് ഒരു സ്ലം ഏരിയയിൽ നിങ്ങൾ റിസർച്ച് ചെയ്യാന്ന് വിചാരിക്കുക. ഒരു ഗ്രൗണ്ടഡ് തിയറിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും,
അതായത് അവരെന്തായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇത് 3 പഠനത്തിന്റെ ഒരു ലെവലുകളാണ് പറയുന്നത്. ഈ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും, നിങ്ങൾക്ക് കുറച്ചും കൂടി ലിങ്ക് ചെയ്യാൻ പറ്റും. ഒരു ഗ്രൗണ്ടഡ് തിയറിസ്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെന്താ പഠിക്കുക, എങ്ങനെ ഫാമിലീസ് ഒരു സർവൈവൽ സ്ട്രാറ്റജീസ്, അതായത് പ്രത്യേകിച്ച് അവർക്ക് തൊഴിലില്ലാത്ത സമയങ്ങളിൽ, അവർക്ക് തൊഴിലൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ അവരെങ്ങനെ ആ ഒരു പീരീഡിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, പുതിയ തിയറീസ് അതിന്റെ ബേസിൽ നമ്മൾ എന്താണോ അവരെങ്ങനെയാണോ ആ ഒരു പീരീഡിനെ സർവൈവ് ചെയ്ത് മാറുന്നത് അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, നമ്മളൊരു തിയറി ഉണ്ടാക്കും. അതാണ് ഗ്രൗണ്ടഡ് അപ്രോച്ചിൽ വരുന്നത്. അനലിറ്റിക്കൽ ഇൻഡക്റ്റീവ് അപ്രോച്ച് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഒരു സ്പെസിഫിക് ഐഡിയ ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ സ്കൂൾ അറ്റൻഡൻസിന് മാറ്റുന്നുണ്ടോ? അത് നിങ്ങൾ നോക്കൂ, കുറച്ചും കൂടെ സ്പെസിഫിക് ആണ്. മറ്റേത് കുറച്ചും കൂടെ ജനറൽ ആണ്. ഒരു സ്ലമ്മിലെ ഒരു മൊത്തം കമ്മ്യൂണിറ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്താ പഠിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ അനലിറ്റിക്കലിലേക്ക് വരുമ്പോൾ എന്താ, നമ്മൾ സ്പെസിഫിക് ആവുകയാണ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ എത്തനോഗ്രാഫർ ആണെങ്കിലോ എങ്ങനെയാണ് ഗവൺമെന്റ് പോളിസീസ് പോവേർഡ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സഹായിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി സാമൂഹിക നീതിയും സോഷ്യൽ ഇൻജസ്റ്റിസ് ഒക്കെയാണ് അതിൽ ചർച്ചയായിട്ട് വരുന്നത്. അപ്പൊ ഓരോ അപ്രോച്ചിനും ഓരോ ലെൻസിലൂടെയാണ് നമ്മൾ നോക്കി കാണുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. നമ്മൾ എന്താണോ ടോപ്പിക് ചൂസ് ചെയ്യുന്നത്, ആ നമ്മളെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളെ ഗോൾ എന്താണ്, ഇതിനനുസരിച്ച് നമ്മൾ ഏത് മെത്തേഡ് ആണെന്നുള്ളത് മാറും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആ, ഓക്കെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നോക്കാനുള്ളത്. അടുത്ത യൂണിറ്റിന്റെ കുറച്ച് പോർഷനും കൂടെ നമുക്ക് നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത യൂണിറ്റിലേക്ക് പോട്ടെ. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് റെക്കോർഡ്സ് ടു റിപ്പോർട്ട്സ് ആണ്. നമുക്ക് റെക്കോർഡ്സ് നമ്മളെ കയ്യിലുണ്ട്, ഇതിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ടാക്കി മാറ്റും. നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മൾ ഈ പേഴ്സണലി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണം, ഈ ഒരു റിപ്പോർട്ട്സ് ആക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റെക്കോർഡിനെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട്സ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ള നിരീക്ഷണ പാഠമുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മൾ പൊതുവെ ജനങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യും, അവരുടെ ഇന്ററാക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാറുണ്ട്. സ്ഥലങ്ങള്, എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ അല്ലെ. പക്ഷെ ഫീൽഡ് വർക്കില് ഈ ഒരു തലത്തിലുള്ള നിരീക്ഷണം മാത്രം പോരാ എന്നുള്ളതാണ്. ഒരു റിസർച്ചർ എന്ന രീതിയിൽ നമ്മളെ നിരീക്ഷണം എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെല്ലാവരും നല്ല റിസർച്ചേഴ്സ് ആയിരിക്കും. പക്ഷെ ഒരു റിസർച്ചർ എന്നുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് വളരെ കൃത്യതയോടുകൂടി കളക്ട് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി. നമ്മൾ അല്ലാണ്ട് ജനറലി ഒബ്സർവ്, നിങ്ങളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു, നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് നമുക്കൊരു പർപ്പസ് ഒന്നുമില്ല അല്ലെ, നമുക്കൊരു ലക്ഷ്യമൊന്നുമില്ല. പക്ഷെ റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് അവിടെ ഒരു പർപ്പസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. നമ്മളെ കോണ്ടെക്സ്റ്റ് എന്താണ്, നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്താണെന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഇപ്പൊ സോഷ്യൽ സയൻസില് ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ ഫീൽഡ് റിപ്പോർട്ടിന്റെ ഒരു പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ള ജനങ്ങളെ കുറിച്ച്, ആ ചുറ്റുപാടിനെ കുറിച്ച്, ആ ഇവന്റ്സിനെ കുറിച്ച്, ആ തീമിനെ കുറിച്ച് എല്ലാം നമ്മളെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട്. റിയൽ വേൾഡ് സിറ്റുവേഷനുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ റിലേറ്റ് ചെയ്യും. സോഷ്യോളജിക്കൽ തിയറീസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. നമ്മുടെ ഡാറ്റ കളക്ഷൻ സ്കില്ല്,
നമ്മളെ ചാലഞ്ച്, നമ്മൾ എക്സിസ്റ്റിംഗ് ഐഡിയാസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മളെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ പ്രൊഫഷണൽ പ്രാക്ടീസസും അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ എങ്ങനെ നമുക്ക് പ്രൊഫഷണൽ പ്രാക്ടീസിലേക്ക് എത്താന്നുള്ളതൊക്കെയാണ് ഈ ഫീൽഡ് റിപ്പോർട്ടിന് ഒരു നമുക്ക് ദാറ്റ്സ് ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. എന്താണ് ഒബ്സർവേഷനും ഫീൽഡ് റിപ്പോർട്ടും നമുക്ക് നോക്കാം. അപ്പൊ ഒരു നല്ല ഫീൽഡ് റിപ്പോർട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ആവശ്യമാണ്? വളരെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു നിരീക്ഷണവും ആവശ്യമാണ്. നമ്മൾ എന്ത് നിരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പേയും നമുക്ക് എന്താണ് നിരീക്ഷിക്കേണ്ടത്, എവിടെ നിരീക്ഷിക്കണം, നിരീക്ഷിച്ചാൽ മാത്രം പോലെ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിരീക്ഷണത്തിൽ ശ്രദ്ധിക്കണം. നമ്മളൊരു റൂറൽ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ റൂറൽ മാർക്കറ്റിലെ കച്ചവടക്കാര് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇന്ററാക്ഷൻസ് എവിടെ വെച്ച് നടക്കുന്നു, അവരെ സംസാര ശൈലി എങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഒബ്സർവേഷനും നമ്മളോട് തന്നെ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചോദിക്കും നമ്മളോട് തന്നെ? നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ വേണം അല്ലെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്നാണ് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അർത്ഥമാക്കുന്നത്, എത്രത്തോളം അവർ അടുപ്പത്തോടു കൂടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇനി ഇതെങ്ങനെ എന്റെ റിസർച്ച് ടോപ്പിക്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ നമുക്ക് മീനിങ് ഡാറ്റ കിട്ടാൻ ആവശ്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും, നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അത് നിരീക്ഷിച്ച് വെച്ചിരിക്കുന്ന ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അതിൽ ചില മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന ചില മെത്തേഡ്സ്. ഒന്ന് നോട്ട് ടേക്കിംഗ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പൊതുവിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോട്ട് ടേക്കിംഗ്. അതായത് നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഷോർട്ട് നോട്ട് എഴുതും അല്ലെ, ചെറിയ ചെറിയ പോയിന്റ്സ് എഴുതി വെക്കും, നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ചെറിയ പാരാഗ്രാഫ് എഴുതി വെക്കും. നമുക്ക് എന്തെങ്കിലും പിന്നീട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് സ്പേസ് ഒക്കെ ഇടയിൽ അങ്ങ് വിടും, പിന്നീട് നമുക്ക് കിട്ടുന്ന പോയിന്റ്സിലൂടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യും, ആരാണ് സംസാരിക്കുന്നത്, എന്താണ് അവർ പറയുന്നത്, അവരുടെ ബിഹേവിയർ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കും. നോക്കൂ, ഈ വില്ലേജേഴ്സിനോട് സംസാരിച്ചപ്പോ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അവർ സംസാരിക്കുന്നു, സ്ത്രീകൾ അതിനോട് എന്താ പറയാ അഗ്രി ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, പക്ഷെ അവർ സംസാരിക്കാൻ തയ്യാറല്ല. നമ്മൾ എന്ത് ചെയ്യും, ഫീൽഡ് വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നേരത്തെ നമ്മൾ ഗ്രാമസഭയുടെ എക്സാമ്പിൾ പറഞ്ഞ ഗ്രാമസഭയിൽ പോകുന്നു, നമ്മുടെ പഞ്ചായത്തിന്റെ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുന്നു, പുരുഷന്മാർ കൂടുതൽ സംസാരിക്കുന്നു, സ്ത്രീകൾ സംസാരിക്കുന്ന കുറവാണ്, പക്ഷെ സ്ത്രീ പങ്കാളിത്തമാണ് കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് എഴുതി വെക്കുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ടെക്നോളജി നേരത്തെ പറഞ്ഞു, അപ്പോ നമുക്കറിയാം ഫോണിലൊക്കെ നമുക്ക് നോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, നോട്ട്സ് ഉണ്ട്. പക്ഷെ പേപ്പർ നോട്ട്സ് ആണ് കുറച്ചുകൂടെ ഡാറ്റ നമ്മൾ സമാധാനത്തോടു കൂടി എഴുതാനും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കാൻ. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്ന് നമ്മളെ ഒരു നോട്ട് ടേക്കിംഗ് ഡിസ്റ്റർബ്ഡ് ആവും. പക്ഷെ നമ്മൾ ഒരു പേപ്പർ നോട്ടാ യൂസ് ചെയ്യുന്നത്, നമുക്ക് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. നമ്മളെ പ്രസൻസ്, നമ്മളെ എക്യുപ്മെന്റ്സ് നാച്ചുറൽ സെറ്റിങ്സിന് ബാധിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുൻകൂട്ടി എഴുതി ഒന്ന് ശീലിക്കുക, എന്തൊക്കെ നമുക്ക് നോട്ട് ചെയ്യണം. ഒരു പൈലറ്റ് സ്റ്റഡി നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. പൈലറ്റ് സ്റ്റഡി ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പ്രീ ടെസ്റ്റ് ഒക്കെ നടത്തും. അതായത് മുൻകൂട്ടി നമ്മൾ പഠനം നടത്തേണ്ട മേഖലയിൽ പോയി ആ മേഖലയിൽ നമുക്ക് പഠനം നടത്താൻ അനുയോജ്യമാണോ, അനുയോജ്യമാണെങ്കിൽ എങ്ങനെ എന്നുള്ള തരത്തിലൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു സ്കൂൾ പോലുള്ള ഫിക്സഡ് സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പോട്ടിൽ ഇരുന്ന് നമുക്ക് നോട്ട് ചെയ്താൽ മതി. പക്ഷെ മാർക്കറ്റിലൊക്കെ ആണെങ്കിലോ നമുക്ക് ഒറ്റ സ്പോട്ടിൽ മാത്രമേ നോട്ട് ചെയ്താൽ പോരാ അല്ലെ. അപ്പൊ നമുക്കൊരു ഐഡിയ വേണം. നമ്മൾ ഒറ്റ സ്പോട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ ഗ്രാമസഭക്ക് പോയ ആ ഒരു ക്ലോസ്ഡ് സ്പേസിന്റെ ഉള്ളിലാണ്, നമുക്ക് കൂടുതലായി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഒരു മാർക്കറ്റ് പോലുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് മൂവ് അറൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മൾ ഏത് സ്ഥലത്താണ് പഠന വിധേയമാക്കാൻ പോകുന്നത് എന്ന്. 2, ഫോട്ടോഗ്രാഫി. ഇപ്പൊ സ്മാർട്ട് ഫോൺസും നല്ല നല്ല ക്യാമറാസും ഒക്കെ ഇപ്പം അവൈലബിൾ ആണ്.
ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ്, ഫീൽഡ് വർക്കിന്റെ ഹൈ ക്വാളിറ്റി പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മള് ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളുടെ എന്തെങ്കിലും ആചാരത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണെന്ന് സപ്പോസ് വിചാരിക്കുക. അപ്പൊ അവരുടെ ഒരു എന്തെങ്കിലും ഒരു ആചാരത്തിൽ നമ്മൾ പങ്കെടുക്കും, മരണാനന്തര ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കും എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കൊരു ജസ്റ്റ് അവരുടെ പെർമിഷനോട് കൂടി നമ്മളിപ്പോ ഒരു ഫോട്ടോ എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവരുടെ ഒരു ഇമ്പോർട്ടന്റ് മൊമെന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കാം. ഒന്ന്. രണ്ട്, നമ്മൾ സമയം, നമ്മളിപ്പം അതില് ഇന്ന ഡ്രസ്സിംഗ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഇന്ന രീതിയിലാണ് അവര് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഫോട്ടോ നോക്കി നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ചുറ്റുപാട് എത്ര ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് ചിലപ്പോൾ മേ ബി ഫോട്ടോ എടുത്ത് വെച്ചാൽ പിന്നീട് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആ ഒരു ടൈം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല പെട്ടെന്ന്. അപ്പൊ ഫോട്ടോഗ്രാഫി ആ തരത്തിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലാസ് റൂമിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് മനസ്സിലാവാൻ, ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന പഠന സാമഗ്രികളെ കുറിച്ച് മനസ്സിലാക്കാൻ, കുട്ടികൾ എത്രത്തോളം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫോട്ടോ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഫ്ലാഷ് ലൈറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആചാരമൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ മേ ബി അവരുടെ ഒരു പ്രൈവസീനെ അത് ബാധിക്കാം, ആ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് നമ്മൾ പോകുന്ന സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ വെറുതെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനൊരു സപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോ നമുക്ക് എടുത്തു വെക്കുന്നതിന് പ്രശ്നമില്ല. അടുത്തത് വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡിംഗ്. നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് നമുക്ക് ഉപയോഗിക്കാം. അൺഎഡിറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മളെ ഒബ്സർവേഷൻസ് നമുക്ക് ഒരുപാട് തവണ കേട്ട് നോക്കാം, കണ്ടു നോക്കാം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പല കലാരൂപങ്ങളുണ്ട്. കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പഠിക്കുവാണെങ്കിൽ നമുക്ക് അതൊക്കെ വീഡിയോ എടുത്ത് വെക്കുവാണെങ്കിൽ പിന്നീട് അത് വെച്ച് നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റും. ഓരോ തവണ നമ്മൾ മേ ബി നമ്മൾ കാണുന്നതിന് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും, അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അടുത്തത് ഇല്ലസ്ട്രേഷനും ഡ്രോയിങ്സും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ്സ് രൂപത്തിലൊക്കെ സ്കെച്ച് ചെയ്തിടാം. ചിലവർക്ക് അങ്ങനെ ഒരു കാലിബർ ഉണ്ടാവും, സ്കെച്ച് ചെയ്തിടാൻ വേണ്ടി. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് എത്തിയാൽ ആ ഒരു വില്ലേജിന്റെ സ്ട്രക്ചർ നമുക്ക് നോട്ട് ചെയ്യേണ്ടിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ ഒരു മാപ്പ് വില്ലേജിന് ജസ്റ്റ് ഒന്ന് അതിന്റെ ഷേപ്പ് വരച്ച് ഇന്ന സ്ഥലത്ത് PHC ഉണ്ട്, ഇന്ന സ്ഥലത്ത് സ്കൂൾ ഉണ്ട്, ഇന്ന സ്ഥലത്ത് അംഗൻവാടി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു മാപ്പിലൂടെ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഡെസ്ക് ബെഞ്ചും, കുറച്ച് ഗേൾസ് എവിടെ ഇരിക്കുന്നു, ബോയ്സ് എവിടെ ഇരിക്കുന്നു, ടീച്ചർ എവിടെ നിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ആക്ടിവിറ്റീസ് ബേസിക് ചാർട്ട് രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ടേബിളിന്റെ ഗ്രാഫ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട് ടേക്കിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോ, ഓഡിയോഗ്രാഫി, ഇല്ലുസ്ട്രേഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ഡാറ്റ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എലമെന്റ്സ് ഓഫ് ഒബ്സർവേഷണൽ ഡോക്യുമെന്റേഷൻ. എന്തൊക്കെയാണ് ഇതിന്റെ ഒരു എലമെന്റ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അതായത് നമ്മളൊരു ഫീൽഡ് വർക്ക് നടക്കുന്ന സമയത്ത് എന്ത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ കെയർഫുള്ളി ഒബ്സർവ് ചെയ്യണം നമ്മൾ പറയുന്നുണ്ടല്ലോ, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കെയർഫുള്ളി ആയിട്ട് ഒബ്സർവ് ചെയ്യണം, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ കുറച്ച് എലമെന്റ്സ് ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഫിസിക്കൽ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാട് അല്ലെ. നമ്മൾ എന്തിനു വെച്ച് തുടങ്ങണം, നമ്മൾ സ്പേസ് എവിടെയാണോ നമ്മളെ പഠനം നടക്കുന്നത് അതിന്റെ ചുറ്റുപാടും അതിന്റെ സ്പേസ് ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ലേ ഔട്ട്, ഇപ്പൊ മാർക്കറ്റ് ആണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന സെന്ററിലാണ് ഈ മാർക്കറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇത് ഒരു എത്ര ഷോപ്സ് ഉണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഷോപ്സ് ആണ്, എത്രത്തോളം ജനങ്ങൾ അവിടെ വരുന്നുണ്ട്, അങ്ങനെയുള്ള നമ്മള് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഫിസിക്കൽ സെറ്റിംഗ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ട്, മെറ്റീരിയൽ കൾച്ചറും ഒബ്ജക്റ്റും. നമ്മൾ ആ ചുറ്റുവട്ടത്തുള്ള ഒബ്ജക്ട്സിനും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷോപ്പ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഷോപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്,
അതെങ്ങനെ ജനങ്ങളുടെ സ്വഭാവം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫുഡ്, ഇപ്പം ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കടകളൊക്കെ ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തൊട്ടപ്പുറത്താണ് പച്ചക്കറി സ്ഥലമുള്ളത്. അപ്പൊ ഏത് സ്ഥലത്താണ് കൂടുതൽ ആളുകൾ വരുന്നത്? അപ്പൊ മെറ്റീരിയൽ ഒബ്ജക്റ്റും കൾച്ചറും എങ്ങനെ ബാധിക്കുന്നു? അപ്പൊ കൾച്ചറൽ വാല്യൂസ്, വിശ്വാസങ്ങൾ, ട്രഡീഷൻസ്, ഇതൊക്കെ എങ്ങനെ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നു? ക്ഷേത്രത്തിന്റെ അടുത്ത് കുറച്ച് ഷോപ്സ് ഉണ്ട്, അതിൽ എത്ര പേര് പോകുന്നു? അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കൾച്ചറും ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. ഭാഷ, ജനങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രം പോരാ, അവരെ കേൾക്കുകയും കൂടി വേണം, അവരെന്ത് പറയുന്നു എന്നുള്ളത്. അവരുപയോഗിക്കുന്ന വാക്കുകള്, അവരുടെ ഇമോഷൻസ്, അവരെ തുടർച്ചയായി ഉപയോഗിക്കൊണ്ടിരിക്കുന്ന ഫ്രേസസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ സ്കൂൾ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ അല്ലെ, ദാറ്റ്സ് നോട്ട് ഫെയർ, അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവര് അതിൽ നിന്ന് മനസ്സിലാക്കാൻ, കുട്ടികൾ സ്കൂളിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്, അപ്പൊ കുട്ടികൾക്ക് അതിൽ ഹാപ്പിനെസ് ഇല്ല, കുട്ടികൾക്ക് ആ ഒരു സ്ട്രിക്ട് റൂൾസിനെതിരെ കുട്ടികൾ എതിരാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഭാഷകൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സൈക്കിൾസ് ഓഫ് ബിഹേവിയർ, അതായത് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ട്രാക്ക് ചെയ്ത് വെക്കണം. അതാരാണ് ചെയ്യുന്നത്, എന്ത് നടക്കുന്നു, എത്രത്തോളം തവണ അത് നടക്കുന്നു. അത് സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും തുടർച്ചയായി നടക്കുന്ന പാറ്റേൺ ഉണ്ടോ, റുട്ടീൻ ഉണ്ടോ. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ തെരുവ് കച്ചവടം, ആ ഒരു മാർക്കറ്റ്, അങ്ങനെയുള്ള ഏരിയകളിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ദിവസവും ഇവർ സെയിം ടൈം രാവിലെ വന്നിട്ട് ഷോപ്പ് ഇടുന്നുണ്ടാവും, വൈകുന്നേരം ആകുമ്പോൾ ഇവർ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടാവും. അവർ സൈക്കിളിലായിരിക്കും ഡെയിലി വരുന്നത്, അല്ലെങ്കിൽ അവര് അവരെ ഫാമിലിയോട് കൂടി വരുന്നുണ്ടാവും, കുട്ടികൾ ഇവരെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സീക്വൻസ് ഓഫ് ഇവന്റ് എന്ന് പറയുന്നത്, പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, അതായത് എന്തൊക്കെ അർത്ഥമാണ് ഓരോ സീക്വൻസിന്റെ പിന്നിലുള്ളത്, എന്തെങ്കിലും മാറ്റം ഇതിലുണ്ടോ. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മതപരമായിട്ടുള്ള ആചാരങ്ങൾ നടക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു പ്രയർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കലാരൂപം നമ്മൾ എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട്. തെയ്യം, മലബാർ ഏരിയകളിലേക്ക് പോവുകയാണെങ്കിൽ തെയ്യമുണ്ട്. കുറച്ച് സൗത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ നമ്മളിപ്പോ കലാരൂപം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണെങ്കിൽ കഥകളി. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് സപ്പോസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒബ്സർവ് ചെയ്യും, ആദ്യത്തെ ചടങ്ങ് ഇതാണ്, ആ ചടങ്ങുമായി, ആ കലാരൂപവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചടങ്ങ് ഇതാണ്, അതിനെ തുടർന്ന് വരുന്നത് അടുത്ത ചടങ്ങാണ്, അതിനെ തുടർന്ന് വരുന്ന ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ സീക്വൻസ് ഉണ്ടാവും അല്ലെ, ഓരോ സംഭവത്തിനും ഒരു സീക്വൻസ് ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ അതിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായൊരു റിസൾട്ട് ഒക്കെ കിട്ടും. പിന്നെ ഫിസിക്കൽ ട്രേറ്റ്സ് ഓഫ് സബ്ജക്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുന്നത്? നമുക്ക് വിസിബിളി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഡ്രസ്സ്, അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ്, എപ്പിയറൻസ് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഗോത്രവർഗക്കാരുടെ ഇടയിലൊക്കെ പോയി അവരുടെ എപ്പിയറൻസ് ഡിഫറൻസ് ആയിരിക്കും, അവരുടെ ശരീരഭാഷ ഡിഫറൻസ് ആയിരിക്കും അല്ലെ. അവരെ ഇന്റർവ്യൂയിലൂടെയും ഡോക്യുമെന്റ്സിലൂടെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സമൂഹത്തിൽ, ഇപ്പൊ നമ്മൾ കളക്ടറേറ്റിന് മുന്നിലൊക്കെ എന്തെങ്കിലും മാർച്ചൊക്കെ നടക്കുകയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യുവാക്കളാണോ, ഇപ്പൊ രാഷ്ട്രീയക്കാരാണോ, ഒരു വിഭാഗം രാഷ്ട്രീയക്കാരാണ് പ്രത്യേക വസ്ത്രധാരണ രീതിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ ട്രേറ്റ്സ്, അവരെ പ്രകടമാക്കുന്ന ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ശരീരഭാഷണങ്ങളും ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. പിന്നെ അവർ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ വളരെ ബോൾഡായി പറയും, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ വളരെ ദേഷ്യത്തോടെ ആയിരിക്കും പറയുന്നത്, ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ പോസ്റ്ററുകൾ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം. അപ്പൊ ഐ കോണ്ടാക്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ടോ, അല്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്തിനെ ഗൈഡ് ചെയ്യണം? നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഈ ഒബ്സർവേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡീപ്പർ ആയിട്ടുള്ള ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങളും, അതായത് മനുഷ്യരുടെ സ്വഭാവത്തിന് പിന്നിലുള്ള, അല്ലെങ്കിൽ മനുഷ്യരുടെ ആക്ഷന് പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ സഹായിക്കും. ചെറിയ ചെറിയ നോട്ട്സ് ആണെങ്കിൽ പോലും വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളൊരു ഫീൽഡ് ഫൈനൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്താൽ മാത്രമേ ഇത് വായിക്കുന്ന വേറൊരാൾക്ക്, അല്ലെ, നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല,
ഒന്നിക്ക് നമ്മൾ ഒരു സൊസൈറ്റി അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വായിക്കുന്ന നമ്മളെ ഫീൽഡ് റിപ്പോർട്ട് വായിക്കുന്ന ഒരു വ്യക്തികൾക്ക് നമ്മൾ വിസിറ്റ് ചെയ്ത ഒരു അനുഭവം അവർക്കും എന്തുണ്ടാവണം, അവര് വിസിറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഫീൽഡ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോ ഇത്രയും ആണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഇതിന്റെ ബാക്കി, ഈ യൂണിറ്റിന്റെ ബാക്കി നമുക്ക് സാമ്പിളിംഗ് എന്തൊക്കെയാണ്. അപ്പൊ സാമ്പിളിംഗ് ഒരു കുറച്ച് പുതിയ ടോപ്പിക്, നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം അതുപോലുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നാളെ സെയിം ലിങ്ക് ആണ്, സെയിം ടൈം ആണ്, 7:30 to 9. നാളെ നമ്മൾ എന്ത് ചെയ്യും, ഈ സെക്കൻഡ് യൂണിറ്റിന്റെ ബാക്കിയുള്ള ടോപ്പിക്സും നമ്മളെ തേർഡ് യൂണിറ്റും നാളെ നമ്മൾ നോക്കും. അപ്പൊ ഇതിന്റെ കുറച്ച് സാമ്പിളിങ്ങിന്റെ കുറച്ച് എങ്ങനെ നമ്മൾ സാമ്പിൾ ചെയ്യണം, എങ്ങനെ നമ്മൾ തയ്യാറാക്കണം എന്നുള്ള രീതികളൊക്കെ നമ്മൾ അതിന്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു യൂണിറ്റ് ആണുള്ളത്. ആ യൂണിറ്റും ഫീൽഡ് റിപ്പോർട്ട് റൈറ്റിംഗ് ഫൈനൽ അല്ലെ. നമ്മൾ എല്ലാം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പഠിച്ചു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറാക്കാൻ പോവാണെന്നുള്ള ഒരു ഇതിന്റെ ഏതെങ്കിലും പഴയ ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഞങ്ങൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കട്ടെ, ഞാൻ കിട്ടുവാണെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ നന്നായി മനസ്സിലായി, നന്നായി ക്ലാസ് എടുത്തതിന് ഒത്തിരി താങ്ക്സ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് നാളെ എല്ലാരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, സെയിം ടൈം. നമുക്ക് നാളെ ശരി മാം. എത്ര 7 o'clock തുടങ്ങുന്നത് നമ്മുടെ, അതോ 7:30? അല്ല, ഇന്നത്തെ പോലെ തന്നെ സെയിം ടൈം ആണ്, 7:30 to 9 ആണ്. ഓക്കെ, സെയിം ലിങ്കുമാണ്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു.